നാഷണൽ ഹെൽത്ത് മിഷനിൽ ജില്ലയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടക്കുന്നതായി ആരോപണം. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലും മറ്റ് ഇടപാടുകളിലുമായി ക്രമക്കേട് നടന്നതായി KPCC നിർവാഹക സമിതി അംഗം KL പൗലോസ് ആരോപിച്ചു. ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണം. NHM നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ക്രമക്കേട് കണ്ടെത്തിയിട്ടും തുടർ നടപടി ഉണ്ടാകുന്നില്ല. സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിയുടെ സംരക്ഷണമാണ് വഴിവിട്ട ഇടപാടുകൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. നാഷണൽ ഹെൽത്ത് മിഷനിൽ ജില്ലയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് നടക്കുന്നതായാണ് ആരോപണം. ക്രമക്കേടിന്റെ തെളിവുകൾ KPCC നിർവാഹക സമിതി അംഗം KL പൗലോസ് പുറത്തുവിട്ടു. പരിശോധന നടത്തി അവര് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് പോലും സംസ്ഥാന മന്ത്രിസഭയിൽ അവർക്കുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് തോന്നുന്ന തരത്തിൽ വലിയ ക്രമക്കേടും അഴിമതിയും സ്വന്തം തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണ് വയനാട്ടിലെ NHM എന്ന് പറയുന്ന വിപുലമായ സംവിധാനത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയെ പരിപോഷിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലും മറ്റ് ഇടപാടുകളിലുമാണ് ക്രമക്കേടെന്ന് KL പൗലോസ് പറയുന്നു. ഡ്രൈവർ ഒരാൾ ശരിക്കും അവരുടെ കോൺട്രാക്ട് ഇത് കൊടുക്കുന്ന അയാളുടെ പേരിൽ തന്നെ അയാളുടെ RC ഓണറും അതേപോലെ തന്നെ ഡ്രൈവറൊക്കെ ആയിരിക്കണം ആ വണ്ടിയുടെ. അത് ഒരിക്കലും ഒരു വണ്ടി ഒഴികെ ബാക്കി എല്ലാം വേറെ ആളുകളെ വെച്ചു ബിനാമിയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇതിനകത്ത് ഉപകരണങ്ങൾ മാത്രം വാങ്ങാൻ കഴിയുന്ന GEM പോർട്ടൽ ഉപയോഗിച്ച് വാഹനം വാങ്ങി. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടറെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. ഡ്രൈവറെ മറയാക്കിയാണ് ഇടപാടുകൾ അധികവും നടക്കുന്നത്. NHM നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ക്രമക്കേട് കണ്ടെത്തിയിട്ടും തുടർ നടപടി എടുക്കുന്നില്ല. സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിയുടെ സംരക്ഷണമാണ് വഴിവിട്ട ഇടപാടുകൾക്ക് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് സംസ്ഥാന മന്ത്രിസഭയിലൊക്കെയുള്ള സ്വാധീനം, നേരത്തെ മുതലുള്ള സ്വാധീനം, ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ന് അതിനകത്ത് ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തി വരികയാണ്. വളരെ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഇത് പറയുന്നത്. ഞാൻ ആ തെളിവുകളുടെയൊക്കെ രേഖ ഏതെല്ലാം തരത്തിലാണ് നടക്കുന്നത്, എന്തെല്ലാം തരത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കൃത്യമായ അതിൻ്റെ തെളിവോടുകൂടിയുള്ള രേഖകൾ നിങ്ങൾക്ക് ഞാൻ കൈമാറിയിട്ടുണ്ട്. ഇടപാടുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും KL പൗലോസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.